അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുത്തുമുഅ്മിനീങ്ങളെ, ഹിജറ വർഷം 1447 നിന്നും 1448 നാം കടന്നിരിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഏടുകളിൽ നിന്നും ഒരു ഏട് നമ്മിൽ നിന്ന് മറിക്കപ്പെടുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹ്റുള്ള, അള്ളാഹുവിൻ്റെ മാസമെന്ന് വിശേഷിപ്പിച്ച മാസമാണ് മുഹറം മാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വലിയ അനുഗ്രഹങ്ങളും ദൃഷ്ടാന്തങ്ങളും ഈ ഭൂമി ലോകത്ത് കാണിച്ച മാസമാണ് വിശുദ്ധ മുഹറം മാസം. വലിയ അനുഗ്രഹങ്ങളുടെ പേമാരി പെയ്യുന്ന മാസം. ഈ വിശുദ്ധ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഓരോ അക്ഷരങ്ങളായിട്ട് 19 അക്ഷരങ്ങളുണ്ട്. ആ 19 അക്ഷരങ്ങളായിട്ട് ഒരാൾ ഒരു വെള്ള പേപ്പറിൽ 113 പ്രാവശ്യം രേഖപ്പെടുത്തി എഴുതി കഴിഞ്ഞാൽ, അത് അയാൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ വർഷം അയാൾക്ക് ബർക്കത്തും റഹ്മത്ത് കൊണ്ട് നിറയുകയും അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലേക്ക് വ്യാപിക്കുകയും ചെയ്യുമെന്നൊക്കെ മഹാരഥന്മാർ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ദൈറവി ഇമാമ്, ദുനിയാത്തി ഇമാമൊക്കെ കൃത്യമായി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രേഖപ്പെടുത്തി എഴുതി വെച്ച് ഒരു വർഷം സൂക്ഷിക്കുന്നവർക്ക് പലപ്പോഴായിട്ട് വലിയ അനുഗ്രഹങ്ങൾ അനുഭവപ്പെട്ടതായിട്ട് പലരും അഭിപ്രായപ്പെടുകയും അവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ പലരും രേഖപ്പെടുത്തുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ബറക്കത്തും റഹ്മത്തും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല വിശ്വാസത്തോടു കൂടെ, വുളുവോടുകൂടെ, കിബിലക്ക് മുന്നിട്ടുകൊണ്ട് മുഹറം മാസത്തിൽ ഒന്നെങ്കിൽ അതിൻ്റെ രാത്രിയിലോ അതല്ലെങ്കിൽ പകലിലോ നല്ല വുളുവോടുകൂടി, നല്ല നിയ്യത്തോടു കൂടി കിബിലക്ക് മുന്നിട്ടുകൊണ്ട് ഓരോ അക്ഷരങ്ങളും, ഞാൻ പോസ്റ്റിൻ്റെ ഏറ്റവും മുകളിൽ ഓരോ അക്ഷരങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ 113 പ്രാവശ്യം വൃത്തിയായിട്ട് എഴുതി അത് മടക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ, നിങ്ങളെ പേഴ്സിലോ അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വെക്കേണ്ട സ്ഥലങ്ങൾ അവിടെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവുമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാരഥന്മാർ. നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും റഹ്മത്തും സലാമത്തും സിഹത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാരണമായിട്ടുണ്ടാവും. കാരണം ഏത് കാര്യങ്ങളുടെയും ബർക്കത്തിൻ്റെ താക്കോൽ, റഹ്മത്തിൻ്റെ താക്കോൽ, സലാമത്തിൻ്റെ താക്കോൽ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ നല്ല നിയ്യത്തോടു കൂടി നമുക്ക് അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പേമാരി കണക്കെ പെയ്തിറങ്ങണമെന്ന നല്ല സതുദ്ദേശത്തോടു കൂടി എല്ലാവരും ഇത് രേഖപ്പെടുത്തി എഴുതി സൂക്ഷിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിച്ചത് നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.